പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. പെന്തിക്കോസ്തിക്ക് ശേഷം 9-ാം ഞായർ ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15 ദിവസത്തേക്ക് വിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായുള്ള 15 നോമ്പ് ആരംഭിക്കുകയാണ്. തിരുസഭ ഇന്നത്തെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ 2 പേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത, മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ പരാമർശിക്കുന്ന സ്വയം എളിമപ്പെടുത്തൽ മാനസാന്തരമാണ്. ശാബത്തിൽ മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ യേശു അവനെ ദൈവരാജ്യ വിരുന്ന് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ക്ഷണിക്കുകയാണ്. സൗഖ്യം നൽകി തടസ്സങ്ങൾ നീക്കി പ്രാപ്തനാക്കുകയാണ്. ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് മുൻപിൽ നിശബ്ദരായ ഫരീസയരും നിയമജ്ഞരും തങ്ങളുടെ നിസ്സംഗത തുടരുന്നത് കണ്ടിട്ട് പശ്ചാത്താപത്തിന് ലക്ഷണങ്ങൾ കാണിക്കാത്തതിനാൽ സ്വയം എളിമപ്പെടാൻ വിരുന്നിൻ്റെ സന്ദർഭത്തിൽ യേശു അതിഥികളെയും ആതിഥേയനെയും ഉപദേശിക്കുന്നു. ചില സാഹചര്യങ്ങളിലെങ്കിലും മൗനവും നിസ്സംഗതയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പ്രതീകമാണ്. മാനസാന്തരത്തിന് തയ്യാറല്ലെന്ന് അത് വിളിച്ചു പറയുന്നു. ഇത്തരക്കാർ വലിയ അപകടകാരികളായ നേതാക്കന്മാരാണ്. ഇക്കൂട്ടർ കുറ്റകൃത്യ ആസൂത്രണ വിദഗ്ധരാണ്. മണിപ്പൂരിലെ അതിദാരുണ ക്രിസ്തീയ വംശഹത്യയിലും നമ്മൾ കാണുന്നത് ഇത് മാത്രമാണ്. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ ധ്വംസനം പോരാ, അറും കൊല, അപരിഷ്കൃത സമൂഹത്തിൻ്റെ കൊടും മൃഗീയത, അതിന് നേതൃത്വം കൊടുക്കുന്ന കൊടും കാട്ടാളന്മാരായ നേതാക്കൾ, ഇവർ ജനാധിപത്യത്തെയും ഭാരത സംസ്കാര മൂല്യങ്ങളെയും കശാപ്പ് ചെയ്യുകയാണ്. ഇതിനെതിരെയുള്ള നിശബ്ദതയും നിസ്സംഗതയും പോലും കുറ്റകരമാണെന്ന് മനസ്സിലാക്കപ്പെടണം. ബൈബിളിൽ വിരുന്നിന് വിശാലമായ അർത്ഥവും പ്രാധാന്യവുമുണ്ട്. വിരുന്നിൻ്റെ വേദി പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൈമാറാനും ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുമുള്ള വേദിയാണ്. യേശു അതിഥിക്കും ആതിഥേയനും ഉപദേശം നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. 2 തരം വിരുന്നുകളാണ് ഇസ്രായേൽക്കാരുടെ ഇടയിലുണ്ടായിരുന്നത്. ഒന്ന്, ആഘോഷപൂർവമായ വിരുന്ന്. ഇത്തരം വിരുന്നുകൾ അതിഥിയും ആതിഥേയനും തമ്മിലുള്ള ഐക്യദാർഢ്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രകാശനമായിരുന്നു. ഇസ്രായേൽ തിരുനാളുകളോടനുബന്ധിച്ചുള്ള വിരുന്നുകളും എസ്തേറിൻ്റെ പുസ്തകത്തിലെ രാജകീയ വിരുന്നുകളും
ആദിമ ക്രിസ്ത്യാനികളുടെ അത്താഴ വിരുന്നുകളും ഇതിന് ഉദാഹരണങ്ങളാണ്. 2. ആചാരപരമായ വിരുന്ന്. ഇവ മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള വിരുന്നുകളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ അലങ്കരിക്കുന്ന പ്രധാന ദിവസ വിരുന്നുകൾ ഇവയിൽപ്പെടുന്നു. വെളിപാട് 19 അധ്യായം 17 നിർണായക യുദ്ധവിജയ ശേഷം ദൈവത്തിൻ്റെ മഹാവിരുന്ന് ഒരുക്കപ്പെടുന്നുണ്ട്. യെശയ്യാ 25 അധ്യായം 6 തിരുവചനത്തിൽ യുഗാന്ത്യത്തിൽ യാവേ എല്ലാ ജനതകൾക്കും വേണ്ടി സിയോനിൽ ഒരു വിരുന്നൊരുക്കുമെന്ന് പ്രവചിക്കുന്നു. അന്ത്യത്താഴവേളയിൽ യേശുനാഥൻ ആഘോഷപൂർവമായ വിരുന്നിനെ ആചാരപരമായ വിരുന്നാക്കി മാറ്റി. ഈ വിരുന്ന് സമാഗതമായ കുരിശുമരണത്തിൻ്റെ പ്രതീകമായിരുന്നു. സാമൂഹിക നേട്ടമായിരുന്നില്ല ഇത്തരം വിരുന്നുകളുടെ ലക്ഷ്യം, മറിച്ച് സ്നേഹത്തിൻ്റെ കൂട്ടായ്മ പണിതുയർത്തുകയായിരുന്നു. യേശു ദൈവരാജ്യത്തെ വിരുന്നിനോടാണ് സദൃശ്യപ്പെടുത്തുന്നത്. ഇസ്രായേൽക്കാർക്ക് ഭക്ഷണം വിശപ്പടക്കാനുള്ളത് മാത്രമായിരുന്നില്ല, മറിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് സ്നേഹബന്ധത്തെയും പരസ്പര കടമയെയും സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഫരീസേയ പ്രമാണിയുടെ വീട്ടിലെ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷണമേശയിൽ പ്രമുഖ സ്ഥാനങ്ങൾ, ബഹുമാന്യ സ്ഥാനങ്ങൾ തേടിയിരുന്നു. സ്ഥാനമാനങ്ങൾക്കനുസരിച്ചായിരുന്നു ഇരിപ്പിട ക്രമീകരണം. പ്രമുഖ സ്ഥാനങ്ങൾ തേടിയത് ഫരീസേയരും നിയമജ്ഞരുമായിരിക്കാനാണ് സാധ്യത. ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ഫരീസേയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. എന്തെന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. ജീവിത മാതൃക നഷ്ടപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് സാധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന ഇടർച്ച ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം 39 തിരുവചനം. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. ഇടർച്ചയുടെ ജീവിതം നയിക്കുന്നവർ മുഖ്യസ്ഥാനങ്ങൾ അലങ്കരിച്ച് സാധാരണ ജനങ്ങൾക്ക് ദുർമാതൃകയുടെ പാഠപുസ്തകമാകുന്നത് അനഭിലഷണീയമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 44 തിരുവചനം. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? മുഖസ്തുതികളുടെ മധ്യേ ജീവിക്കുന്ന മനുഷ്യൻ ജീർണതയുടെ പരകോടിയിലാണ്. പരസ്പരം മഹത്വം സ്വീകരിക്കുന്ന മനുഷ്യൻ ഊരിപ്പോകാനാവാത്ത സാമൂഹ്യ വിലങ്ങിലാണ്. നേതൃത്വം ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് ചുറ്റിലും നിൽക്കുന്ന മുഖസ്തുതിക്കാർ ഏറ്റുപറയുന്നു. ഇത്തരക്കാർ അന്ധരായ സാമൂഹ്യ നേതാക്കളാണ്. അനേകരെ വഴിതെറ്റിക്കുവാൻ ഇവർക്ക് കഴിയും. മനുഷ്യ മഹത്വത്തേക്കാൾ ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കുകയാണ് കരണീയം. സ്വയം തിരുത്തലും ദൈവസ്വരം ശ്രവിക്കലും ജനാഭിപ്രായം മാനിക്കലും വിമർശനങ്ങളെ വിവേകത്തോടെ വിലയിരുത്തുന്നതും നമ്മെ അന്ധരാക്കുകയില്ല. ലൂക്കായുടെ സുവിശേഷം 20 അധ്യായം 46 തിരുവചനം. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും ആഗ്രഹിക്കുന്നു. അധികാരികൾ ആദരവിന് അർഹരാണ്. പ്രമുഖ സ്ഥാനീയർ ആദരവ് അർഹിക്കുന്നു. ജനങ്ങൾ നൽകുന്ന ആദരവ് കലർന്ന അധികാര സുഖം, അഭിവാദനങ്ങളുടെ അകമ്പടി, അലങ്കരിക്കപ്പെട്ട പ്രമുഖ സ്ഥാനങ്ങൾ, വിരുന്നുകൾ എന്നിവ അസന്മാർഗികതയിൽ രമിക്കാനോ
സ്ഥാനത്തിന് ചേരാത്ത ദുർമാതൃകയ്ക്കോ വഴിവെക്കരുത് എന്ന താക്കീത് കൂടി ഈ വചനഭാഗം നൽകുന്നുണ്ട്. യേശു നിയമജ്ഞരെയും ഫരീസയരെയും വിമർശിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഉന്നത സ്ഥാനീയർക്ക് ചുറ്റിനും എപ്പോഴും ദൈവത്തിന് അഭിമതരായവരുടെ ഒരു സമൂഹം ഉണ്ടാവുക സ്വാഭാവികമാണ്. പലപ്പോഴും ഇക്കൂട്ടരുടെ അകമ്പടി അധികാരവർഗത്തെ അഹങ്കാരികളും അസന്മാർഗികളും അനഭിമതരുമാക്കും. മോശയുടെ സൗമ്യത ഒരുവനെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ പ്രാപ്തനാക്കും. എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക വഴി ദൈവകൃപയ്ക്ക് പാത്രമാകും. സൗമ്യനും വിനീതനുമായവന് മാത്രമേ സ്വയം തിരുത്താനും ജനാഭിപ്രായം മാനിക്കാനും ദൈവഹിതം ആരായാനും കരുണ കാണിക്കാനും സാധിക്കൂ. സുഭാഷിതങ്ങൾ 25-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത്. എന്തെന്നാൽ രാജസന്നിധിയിൽ വെച്ച് പിറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ്. ബഹുമാന്യ സ്ഥാനങ്ങളിലെ ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം അപമാനത്തിനിടയാക്കും. ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം ദൈവരാജ്യത്തിന് ചേർന്നതല്ല. ദൈവരാജ്യത്തിൽ ഇരിപ്പിടങ്ങൾ അധികാരത്തിൻ്റെ അലങ്കാരങ്ങളല്ല, മറിച്ച് നീതിപൂർവമുള്ള ദൈവ ശുശ്രൂഷയുടെ മഹത്വം പേറുന്നവയാണ്. അവസാനത്തെ ഇരിപ്പിടങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നവരെ ആതിഥേയൻ മുഖ്യ ഇരിപ്പിടങ്ങളിലേക്ക് സ്വീകരിച്ചാനയിക്കും. ലക്ഷണമൊത്ത ദൈവരാജ്യം ശിശുക്കളെ പോലെ സ്വയം ചെറുതാകുന്നവരുടേതാണ്. വിനയവും സൗമ്യതയും ധരിക്കുന്ന അധികാരികൾക്ക് മാത്രമേ സ്വയം തിരുത്താനും ദൈവഹിതത്തിന് വിധേയപ്പെടാനും സമൂഹത്തെ നീതിപൂർവം ദൈവരാജ്യ അനുഭവത്തിൽ നയിക്കാനും സാധിക്കും. യേശുവിൻ്റെ ഉപദേശം സ്വീകരിക്കാത്തവരും നിശബ്ദതയും നിസ്സംഗതയും പുലർത്തുന്നവരുമായ ഫരീസേയ നിയമജ്ഞ നേതാക്കൾ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരും സ്വയം തിരുത്താൻ ഇഷ്ടപ്പെടാത്തവരും ധിക്കാരികളുമാണ്. അവരുടെ ഭാഷ ധാർഷ്ട്യത്തിൻ്റെ ഭാഷയാണ്. സ്വയം എളിമപ്പെടുത്താത്ത അതിഥികളെ ആതിഥേയൻ എളിമപ്പെടുത്തുമെന്നും അങ്ങനെ അപമാനിതരാകരുതെന്നും യേശു മുന്നറിയിപ്പ് നൽകുന്നു. വിരുന്നിൻ്റെ സന്തോഷം നഷ്ടമാകാതിരിക്കാനും വിരുന്നുകാർ പരസ്പര സ്നേഹ ബഹുമാനമുള്ളവരായി വർദ്ധിക്കുന്നതിനും യേശു വിരുന്നുശാലയിലെ ആചാര്യമര്യാദ പഠിപ്പിക്കുകയാണ്. യുഗാന്ത്യ വിരുന്നിലെ സന്തോഷത്തിന് ആരാണ് അർഹരെന്ന് യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം തിരുവചനം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 29-ാം തിരുവചനം. ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും വിനീതരെ ഉയർത്തുകയും ചെയ്യുന്നവനാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം താഴ്ത്തപ്പെടും. സമുന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പതനം വലിയ അപമാനത്തിനിടവരുത്തും എന്നിവിടെ സൂചിപ്പിക്കുന്നു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 52-ാം തിരുവചനം. മറിയത്തിൻ്റെ സ്തോത്രഗീതം. ദൈവം ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ദൈവം അഹങ്കാരിയുടെ ഗർവ കെടുത്തുന്നു, വിനീതരെ ബഹുമാനിച്ച് ഉയർത്തുന്നു. അധികാരം
സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല, ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. നീതിയും സത്യവും പുഷ്പിച്ചു നിൽക്കുന്ന ദൈവരാജ്യ ഘടനയാണ് വിരുന്നിൻ്റെ ഉപമയിലൂടെ യേശു സമർത്ഥിക്കുന്നത്. ഫരീസയരും നിയമജ്ഞരും സ്വയം എളിമപ്പെടുത്തിയാൽ ദൈവം അവരെ ഉയർത്തും. സ്വയം എളിമപ്പെടുത്തൽ മാനസാന്തരമാണ്. അനുതപിക്കുന്ന പാപിയുടേതാണ് സ്വർഗരാജ്യം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനം. തന്നെ തന്നെ എളിമപ്പെടുത്തിയ ചുങ്കക്കാരനെ ദൈവം ഫരീസയനേക്കാൾ നീതിവൽക്കരിച്ചു വീട്ടിലേക്ക് അയച്ചു. എളിയവർക്കാണ് ദൈവം ദൈവരാജ്യം നൽകുന്നത്. എളിമ ധരിക്കാത്ത മതനേതാക്കന്മാർ, മാനസാന്തരപ്പെടാത്ത മതനേതാക്കന്മാർ, നിസ്സംഗതയും നിശബ്ദതയും പുലർത്തിയ നേതാക്കന്മാർ, അകറ്റി നിർത്തിയ ദരിദ്രർക്ക്, മഹോദര രോഗിക്ക് യേശു ദൈവരാജ്യവും ദൈവരാജ്യ വിരുന്നും നൽകുന്നു. യേശുവിൻ്റെ വിരുന്നുശാല ദൈവിക ജ്ഞാനം പകരുന്ന വിരുന്നുശാലയാണ്. യേശുവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവർ നയിക്കപ്പെടുന്നത് ദൈവരാജ്യത്തിൻ്റെ യുഗാന്ത സന്തോഷത്തിലേക്കാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഈ ഉപമ വിനയത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങൾക്ക് പശ്ചാത്തലമേകുന്നു. ഒരുവൻ്റെ മഹത്വം അളക്കപ്പെടുന്നത് മറ്റുള്ളവരോടുള്ള പരിഗണനയുടെയും പക്വമായ സ്വയം വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.